ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1854. ഇന്ന് ജനുവരി മാസം 27-ാം തീയതി. ക്രിസ്തുയേശുവിന് നമ്മളെ അറിയാം, അതും എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ ആഴത്തിൽ. നമുക്ക് ഈ ഒരു അറിവില്ലെന്നേ ഉള്ളൂ. ഏതറിവ? യേശുവിനെ നമ്മളെ അറിയാമെന്നുള്ള ധാരണ പോലും നമുക്കില്ല. 2, അടുത്തത്, യേശുവിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണ അറിവൊന്നുമില്ല. അവനിലേക്ക് നമ്മൾ എത്തുന്നുമില്ല. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിന്റെ ആദ്യ അധ്യായത്തിൽ തന്റെ ആദ്യ ശിഷ്യന്മാരെയൊക്കെ കണ്ടെത്തുകയും ശേഖരിക്കുകയും ചെയ്യുന്ന ഭാഗം ഒന്ന് കാര്യമായിട്ട് വീണ്ടും വായിക്കേണ്ടതാണ്. നഥാനിയേല് യേശുവിന്റെ അരികിലേക്ക് എത്തുന്നുണ്ട്. ദൂരെ നിന്ന് അയാൾ വരുന്നത് കാണുമ്പോൾ യേശു പറയുകയാണ്, സാക്ഷാൽ കപടതയില്ലാത്ത ഇസ്രായേൽക്കാരൻ വരുന്നുണ്ട്. നഥാനിയേല് ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന് തന്നെ എങ്ങനെ അറിയാം? പറച്ചില് കേട്ടിട്ട് തന്നെ നന്നായിട്ട് അറിയാവുന്ന വിധത്തിലാണ് നഥാനിയേൽ അത് ചോദിക്കുന്നുണ്ട്. എന്നെ എവിടെ വെച്ചാണ് നീ അറിയുന്നത്? യേശുവിന്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ എനിക്ക് നിന്നെ അറിയാം. നീ അത്തിമരത്തിന്റെ കീഴിൽ ആയിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടതാ. ക്രിസ്തുവിന്റെ കാഴ്ച മുന്നമേ നടന്നിട്ടുണ്ട്. എന്നെയും നിങ്ങളെയുമൊക്കെ നമ്മളെ കാണുന്നുണ്ട്, കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് മാത്രം വലിയ പ്രയോജനമൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. മറിച്ച് നമ്മൾ എന്നാണ് ക്രിസ്തുയേശുവിനെ കണ്ടു തുടങ്ങുന്നത്, അവിടുത്തെ സന്നിധിയിൽ എത്തിച്ചേരുന്നത്, അന്നു മുതലാണ് നമ്മുടെ ജീവിതം മാറാൻ പോകുന്നത്, മാറി മറയാൻ പോകുന്നത്. യേശുവിനെ നമ്മളെ അറിയാം എന്നതിനേക്കാളും അത് യേശുവിന്റെ ഒരു ക്വാളിറ്റി അല്ലേ? നമ്മളെ മനസ്സിലാക്കുന്നു, അറിയാമോ? തിരിച്ച് യേശുവിനെ ഞാൻ എന്നു മുതലാ അറിഞ്ഞു തുടങ്ങുക. അറിവ് എന്നു മുതലാണ് എന്റെ ജീവിതത്തിന്റെ ഭാഗമായി, അനുഭവമായി, ഒരു അനുഭൂതിയായി മാറുക. അപ്പോൾ മുതലാണ് ഞാൻ അവിടുത്തെ ഭക്തനും ശിഷ്യനുമൊക്കെയായി രൂപാന്തരപ്പെടുന്നത്. അതിനുവേണ്ടി നമുക്കൊന്ന് ശ്രമിക്കാം. അവിടുന്ന് എന്നെ അറിയാം എന്നതിനൊപ്പം തന്നെ അവിടുത്തെ എനിക്കും പിടുത്തം കിട്ടിത്തുടങ്ങുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞാൻ വന്നു നിൽക്കുന്നു. അങ്ങനെ ഈ ബന്ധം ദൃഢമാവട്ടെ. അങ്ങനെ കൊടുത്തും വാങ്ങിച്ചും നമുക്ക് മുമ്പോട്ട് പോകാം. ഞാൻ നിന്നെ നേരത്തെ കണ്ടെത്തിയതാണ്, എന്നിട്ടും നീ എന്തേ ഇത്രയും വൈകിയത് എന്റെ അടുത്ത് വരാൻ? അങ്ങനെ ആവും നമ്മൾ ഓരോരുത്തരെ കുറിച്ചും ക്രിസ്തുയേശുവിന്റെ സങ്കടം. അതൊന്ന് മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥനയോടുകൂടി. ആമേൻ.